മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. നന്നായി എന്ന് പറഞ്ഞാൽ അവർ മോശമായിരുന്നു എന്നൊന്നും അല്ല അർത്ഥം. അവരുടെ പ്ലേയേഴ്സിന്റെ സെലക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവര് കഴിഞ്ഞ സീസണുകളിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് ആരാണോ, ഏറ്റവും വില കൂടിയ താരം ആരാണോ അവരെ ഇങ്ങ് കൊണ്ടുവരിക, കളിപ്പിച്ചാലും ഇല്ലെങ്കിലും ബെഞ്ചിലിരുത്തുക. പരിശീലകർ പറയുന്നതിനപ്പുറത്തേക്ക് മികച്ച താരങ്ങളെ, നല്ലതെന്ന് മാനേജ്മെന്റ് തോന്നുന്നവരെ എല്ലാം കൊണ്ടുവരുമായിരുന്നു. അതായിരുന്നു മോഹൻ ബഗാന്റെ ഒരു പതിവ് ശൈലി. പക്ഷെ ഇത്തവണ പനാജോറ്റിസ് എന്ന് പറയുന്ന ഒരു പരിശീലകനെ കൊണ്ടുവന്നതോടുകൂടി അവരുടെ സിസ്റ്റം മൊത്തത്തിൽ മാറുവാണെന്ന് വിശ്വസിക്കാം. കാരണം പനാജോട്ടിസ് വന്നതിന് ശേഷം അവരുടെ ടീമിലേക്ക് ഇൻകമിങ് ഔട്ട്ഗോയിങ് ഒക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. സ്ട്രൈക്കേഴ്സിന്റെ തീരുമാനം തന്നെയാണ്. പനാജോട്ടിസിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമേ സ്ട്രൈക്കർ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിലവില് നീക്കങ്ങൾ. നേരത്തെ അവർ കുറെ സ്ട്രൈക്കേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല. പുതിയ പരിശീലകൻ അദ്ദേഹം ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ ഇറക്കും. അവരെ തന്നെ ആയിരിക്കും മോഹൻ ബഗാൻ സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം പഞ്ചാബ് സിക്കൊപ്പം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പരിശീലകനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ സീസണിൽ കൈവിട്ടു പോയ കിരീടം വളരെയധികം പെരുമയോടുകൂടി, വളരെ വലിയ ബാക്കിങ്ങോടുകൂടി പിടിച്ചെടുക്കാനാണ് മോഹൻ ബഗാന്റെ തീരുമാനം. പുതിയ സ്ട്രൈക്കർ വരും. ഇടിവിട്ട് സ്ട്രൈക്കർ തന്നെ ആയിരിക്കും. പരിശീലകൻ എത്തിക്കുന്ന അയാൾക്ക് യോജിച്ച സ്ട്രൈക്കർ വരും.